ഹലോ ഗൈസ്, അപ്പൊ നമുക്കിന്ന് 2 ഷൂട്ടുണ്ട്. ഒരെണ്ണം കവലയിലും ഒരെണ്ണം കായംകുളത്ത്. അപ്പൊ അങ്കുഷ് അഖിലിന്റെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അങ്കുഷിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഷൂട്ടിന് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയെല്ലാം ഞങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അഖിലിന്റെ വീട്ടിലോട്ട് പോവാം. അഖിലിന് വേണ്ടിയിട്ട് പോയിട്ട് നമുക്ക് അങ്കുഷിനെ പിക്ക് ചെയ്യാം. ഓക്കെ, ഇന്നലെ എൻ്റെ അടുത്ത് അഖില് പറഞ്ഞായിരുന്നു ഇവിടെ ഭയങ്കര തിരക്കാന്ന്. ഇതൊക്കെ വെക്കുമായിരുന്നല്ലോ, ഇതെല്ലാം വെച്ചല്ലേ. അടിപൊളി അടിപൊളി. അപ്പൊ ഗൈസ് നമ്മള് അഖിലിന്റെ വീട്ടിലെത്തി. ഓക്കെ, ഇറങ്ങാൻ വാദിക്കുന്നുണ്ട് അങ്കുഷും അഖിലും കൂടെ. അഖിലാണ്ട് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തു. അപ്പൊ അങ്കുഷും അഖിലും കൂടെ അതിനകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് അവരെ പിക്ക് ചെയ്യാം, എന്നിട്ട് അങ്ങോട്ട് പോകാം. അല്ല, അങ്ങോട്ട് പോയി പിക്ക് ചെയ്യാം. നമുക്ക് ആ വണ്ടിയാണ് സർവീസിന് കൊടുക്കേണ്ടത്. നമുക്കത് സർവീസിൽ കൊടുത്തിട്ട് അവരെ പിക്ക് ചെയ്യാം. നമ്മൾ സർവീസ് സെന്റർ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നൈസാട്ടോ, സർവീസൊക്കെ അടിപൊളിയാണ്, കൊള്ളാം. നമ്മളെല്ലാം ഇവിടെ തന്നെ കൊടുക്കുന്നത്. ഈ പുള്ളി അടിയിലുള്ള വീഡിയോയുടെ ആദ്യം നമ്മൾ നോക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് കിടക്കണം. എന്താ മോനെ, തങ്ങളുടെ ക്ലൈന്റ് എവിടെ വെയിറ്റ് ചെയ്യുന്നു? ക്ലൈന്റ് അതിന്റെ കവല വെയിറ്റ് ചെയ്തോണ്ട്. അപ്പൊ നമുക്ക് അത് പോയി അവരെ പോയി പിക്ക് ചെയ്യണം. അവരെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ഷൂട്ടിന് ഇത് തീർത്തിട്ട് വേണം അടുത്ത ഷൂട്ടിലോട്ട് പോകാൻ. നമ്മുടെ അടുത്ത് എ ക്യാമറ ഉണ്ടോ? ഈ എ ക്യാമറ ഏടാ, ആ എ ക്യാമറയുടെ താഴെ കൂടെ പോയി കഴിഞ്ഞാൽ അടിക്കത്തില്ലെന്ന് എല്ലാരും പറയുന്ന ഉള്ളതാണോ? എല്ലാവർക്കും വരുന്നുണ്ട്. എനിക്കൊരു നാളെ വന്ന് നടപ്പുണ്ട്. ഇല്ലല്ല, ചുമ്മാ പറയുന്നത് അത് വരത്തില്ല എല്ലാവർക്കും പറയുന്നത്. പക്ഷെ എനിക്ക് അതിന് യോജിപ്പില്ല. കാരണം അത് അത്രയും വൈഡായിട്ട് കിട്ടുന്നതല്ലേ എന്തോന്ന് ഈ ക്യാമറ. അതെ ശരി, ഞാനത് ആലോചിക്കുന്നത്. നമ്മള് ദൂരെ നിന്ന് വരുമ്പോഴേ വൈഡായിട്ട് കിട്ടുന്നത്. അതിന്റെ കീഴിൽ കൂടെ പോയി അടിക്കത്തില്ലെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? അല്ലാതെ അടിക്കുക. എനിക്ക് നാളെ വന്ന് നടപ്പുണ്ട്. അടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ല. ഇതുവരെ അടച്ചിട്ടില്ല. ഒരെണ്ണം അടച്ചിട്ടുണ്ട്. ഗവൺമെന്റ് എന്തോ അവിടെ നമ്മൾ അടി ചെയ്യും. അതേണ്ട നടു റോഡ് ഇതൊക്കെ രാത്രി ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇതൊക്കെ ഇടിഞ്ഞ് തല വീണ ദൈവമേ ആലോചിച്ചു പോയിക്കും. ചത്തോ അല്ല ബന്ധുവോ? അപ്പൊ അവനൊക്കെ സൈക്കിളെ വരുന്നു. രാമരാമയൊക്കെ ജപിച്ചോണ്ടായിരിക്കും പോകുന്നത്. നമ്മൾ ഇന്ന് ഇതിലേക്കൂടെ വരുവാണെങ്കിൽ ഇത് ഇങ്ങനെ നടക്കുന്നത്. നാളെ വരുമ്പോഴത്തേക്ക് നമുക്ക് വഴി തെറ്റും. അറിയാമാര് ഇത് പൊളിച്ചിട്ട് ഇന്നലെ ഇവിടുന്നായിരുന്നേ. ഇന്ന് രാവിലെ വന്നപ്പോഴത്തേന് ഇപ്പുറത്തായി. മാവേലിക്ക് എഴുതുന്ന റോഡ് കവലയായല്ലോ. എവിടെ താങ്കളുടെ ക്ലൈന്റ് വെയിറ്റ് ചെയ്യുന്നത്? ഇവിടെ വെയിറ്റ് ചെയ്യാന്നാ പറഞ്ഞത്. ആരും ഇല്ലല്ലോ. നമ്മൾ ഇവിടെ കിടക്കാം, ഈ കുഴിക്കകത്ത് കിടക്കാം. ഇതുപോലെ നല്ല നല്ല റോഡുകൾ ഉള്ളതുകൊണ്ട് ഇതുവഴി കുഴിക്കകത്തോടെ കയറി അപ്പുറത്തെ കുഴിക്കകത്തോട്ട് പോകാം. അങ്കുഷ് ഇന്നലെ അനന്ത് അങ്കുഷ് ഒരു ഫോൺ മേടിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്ത് പറയാൻ പറ്റുമോ എന്തോ ഫോൺ? ഞാൻ പറയാം. 16. കൊറേ പൈസ ഉണ്ട്, ഇഷ്ടം പോലെ പൈസയാ. കള്ളക്കടത്ത കാണാൻ തോന്നുന്നു. വീട്ടിൽ 4 വണ്ടി, ഇപ്പൊ BMW ഒരെണ്ണം ഇറക്കാൻ പോകുന്നു. 16 ഇഷ്ടം പോലെ. കഴുത്തേൽ സ്വർണ്ണമാല, കയ്യിൽ സ്വർണ്ണ മോതിരം, പിന്നെ വേറെ ഒന്നും പറയാനൊക്കത്തില്ല. അരിഞ്ഞാണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊന്ന് കാണിച്ചേടാ, ഇതെന്തോ വരവാ അഗ്രസതീശുണ്ട്. പുറത്തുനിന്ന് വരവിന്റെ കാശ അച്ഛൻ അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന അനന്തല്ലേ? ക്യാമറയ്ക്ക് പുറകിൽ വേറൊരു അനന്തമുണ്ട്. ക്യാമറയ്ക്ക് പുറകിലുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു തീരുമാനമായേനെ. അഖിലിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ഫോൺ പോയേനെ. ഞാൻ ക്യാമറയ്ക്ക് ഇപ്പൊ അഖിലിന്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ താഴെ വീഴുക, ആ ക്യാമറ ഒന്ന് പൊട്ട് ചെറുതായിട്ട്. റിയാക്ഷൻ എന്തായിരിക്കും? മനസ്സിലൊരു വിഷമം തോന്നുന്നു. പറഞ്ഞപ്പോ തന്നെ ഷർട്ടിന്റെ പോക്കറ്റൊക്കെ ഇരിക്കുന്നല്ലോ. ഓട്ടിരിക്കുന്ന എവിടെ? സ്വന്തം മൊബൈലോടുള്ളപ്പോ നമുക്ക് എന്തും മാറാം. അത് മാറാം, പക്ഷെ ഇത് വേറെ സാധനം. ഐഫോണ് അത് അവിടെ ഒറിജിനൽ പാർട്സ് കിട്ടുമല്ലേ? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് അടുത്ത വ്ളോഗിനകത്ത് ഫോൺ താഴെ വീണ് പൊട്ടിച്ചിട്ട് അങ്കുശ് റിപ്പയർ ചെയ്യുന്ന നമുക്ക് കടയുടെ പ്രൊമോഷൻ ഒക്കെ വെച്ച് ചെയ്താലോ? അപ്പൊ ഫോൺ കടയുള്ള എല്ലാ ഐഫോൺ യൂസേഴ്സിനും ഒരു ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതുപോലൊരു മോശം ചെറുക്കൻ ക്ലൈന്റ് വന്നോടാ.
ഹായ് ഞാൻ അങ്ങോട്ട് ചേച്ചി തിരിഞ്ഞു നോക്കിയില്ല. എങ്ങോട്ടാ? അങ്ങോട്ട്. ചേച്ചി വന്ന് നിർത്തി എങ്ങോട്ട്? ഗൂഗിൾ മോൻ വിളിക്കുന്നു. ആ ഗൂഗിൾ പറ ഗൂഗിൾ. പോടാന്നോ പോടാന്നോ? പോടാന്നോ കളിക്കുന്നോ? എന്നാ പോടാ, നീ പോടാ. ദേണ്ടേ നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ എന്തോ ഇന്നലെ ഇവിടെ വെച്ച് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. എന്തിന് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇടിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞാൽ മതി. നീ ഒരു ദുഷ്ടനായ ഡ്രൈവറാണ്. എന്താ നീ പുള്ളിക്ക് ഒരു സൈഡ് കൊടുക്കും. പുള്ളി നിന്നെ വണ്ടി കണ്ടോണ്ട് പുള്ളി ചാടി ഇറങ്ങി സൈക്കിള്. പുള്ളി ചാടി ഇറങ്ങിയല്ലോ. പുള്ളി ഇടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആരും തട്ടിട്ട് വേണം പുള്ളി ആ കുഴിയിലങ്ങനെ പോയിട്ട് വേണം ഇനി എന്റെ എത്ര മനോഹരമാണ് നമ്മുടെ NTPC ഗ്രൗണ്ട്. നട്ടപ്പുറം വീരുത്. ഈ നട്ടപ്പുറം വെയിലത്ത് ഷൂട്ട് വെച്ച ആരാ നീ? അതങ്ങനെ ഒരു ദിവസം 2 ഷൂട്ടാ എടുക്കുന്നത്. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കാന്നുള്ള ഒറ്റ മൈൻഡേ ഉള്ളു. ശരിയാണ്. അങ്കുഷ് എന്തിനാ അങ്കുഷ് അപ്പൊ 2 വർക്കിന് ഒരു ദിവസം പോകുന്നതിനോട് അനന്തിനെ വിളിക്കുന്നു, ഞാൻ എല്ലായിടത്തും വിളിച്ച ഇയാൾ എല്ലായിടത്തും അങ്ങ് വരുമോ? ഇയാൾ എല്ലായിടത്തും വിളിച്ചാ ഒരു മിനിറ്റ് ഞാൻ ചേച്ചിയടുത്തൊന്ന് പറയട്ടെ. ഇവിടെ നിൽക്കും തന്നെ കൊണ്ടിട്ട്. നീ വരുന്നില്ലേ? ഇല്ല ഞാൻ കൊണ്ടുണ്ടേ. ചേച്ചി ചേച്ചാണ്ട് അവിടെ നിൽക്കാം. ഞാൻ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വരാം. നോട്ട് ആ വീട്ടിൽ ഉണ്ടോ? വീട്ടിൽ നോട്ട് ചേച്ചി ആ തള്ളത്തോട്ട് നിന്ന്. ഇവിടെ തണല്. നീ ആ പാവത്തിങ്ങളെ എങ്ങോട്ടാണ് വിട്ടേക്കുന്നത്? ഗോകുലിന്റെ കറുത്ത കാർ. അരെ ഗോകുൽ, ഗോകുലിന്റെ കറുത്ത കാർ തിളങ്ങുന്നു. അഖിൽ സതീശന്റെ വീട്ടിൽ എത്ര കാറിന് നോക്കി? 1, 2 ഇപ്പൊ 3ാമത്തെ കാറ് വരുന്നത്. കൊറേ പൈസ ഉണ്ട് ഗൈസ്. അതെ കൊറേ പൈസ. 4ാമത്തെ കൊറേ പൈസ ഉണ്ട്. ഇഷ്ടം പോലെ പൈസ. പല തരത്തിൽ. ഇവന് ഈ ഡ്രസ് മാത്രമേ ഉള്ളൂ. എനിക്ക് അറിയാവുന്ന രാവിലെ എന്നോട് കോട്ടയത്ത് ഇട്ടുണ്ടോന്ന് ഈ സെയിം ഡ്രസ്സാ. ഇനി ഇവന് കഴിഞ്ഞ ദിവസം ചൂണ്ടിടാൻ വന്നതില്ലേ? സൂപ്പർ. എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. എവിടെ ഗോകുലേ വർക്ക്? ഏവൂരോ? എടാ വണ്ടിയുടെ താക്കല അറിയില്ലേ? ഞാനല്ലേ ഓടിച്ചോണ്ടല്ലേ? ഇവനെ കൊണ്ട് ഗോകുൽ എവിടെ വർക്ക്? സുന്ദരനല്ലേ? പുലി എന്ത് ഇന്ന് ഒരു സാധനം ഇറക്കുന്നുണ്ട് വ്ളോഗ്. നിന്റെ ദിവസമായിരുന്നു ആ വ്ളോഗിനകത്ത്. അത് കണ്ടാണോ? സൂപ്പർ. അതിനോട് പറഞ്ഞ പുലിയല്ല സിംഹമാണ്. ഇന്ന് ഗോകുല് ചുള്ളനായിട്ടുണ്ടല്ലേ? പുതിയ ഷർട്ട്. അതെ. ക്രിസ്മസിന്റെ നോക്കി അങ്കൂഷിന്റെ വീട്ടിൽ പോകും. എന്ത് ആർക്ക് ആളത്ര ശരിയല്ലേ? പട്ടി എടാ നമുക്ക് പോവാം. നമുക്ക് വീട്ടിൽ പോവാം. ക്ലൈന്റിനെ അവിടെ നിർത്തിയിട്ട്. ഓക്കെ അഖിൽ സതീഷ്, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. നിങ്ങൾ ഇത് കണ്ടോ? ഇത് എല്ലാവരും നിങ്ങൾ ഫോളോ ചെയ്തോ. ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. എന്താ കിട്ടും? എന്താ കിട്ടുവാടാ? എന്താ കിട്ടും? ചെയ്ത് കിട്ടോ? ഇതൊക്കെ ചെയ്താ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങക്ക് ആഹ്ലാദിക്കാം, എന്തോ സന്തോഷിക്കാം. ശരി അപ്പൊ ടാറ്റ. എവിടെ വർക്ക്? എവിടാന്ന് അറിയത്തില്ല. ഇനി ഇയാളെന്തിനാ കോവിലൂടെ പോന്നേ? ചുമ്മാതോ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് പറ ക്യാമറയിൽ പറയാം. എന്തുവാ? എല്ലാരും അനന്ത് പറഞ്ഞ പോലെ എല്ലാരും ഫോളോ ചെയ്യണം കേട്ടോ. ഫോളോ ചെയ്താ എന്നെ നമ്മളറിയാത്ത എല്ലാരും ഫോളോ ചെയ്തേ കേട്ടോ. പോവാ നമുക്ക്. അഖില ഞങ്ങള് പോയിട്ട് വരാ. ഗോകുൽ എന്താ പറഞ്ഞറിയാം? ഞങ്ങളെ പോയിട്ട് വരട്ടെ. ടാറ്റ. ഹലോ പറ. ഹലോ പറ. ഹലോ പറ. ഹലോ ടാറ്റാ ചേച്ചി. ചേച്ചി ടാറ്റ. അങ്കുഷ് നമുക്ക് പോവാം. എല്ലാ വ്ളോഗിനകത്ത് അഖിലിന്റെ വീടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഖിലിന്റെ വീടുണ്ട്, ഞാനും ഉണ്ട്. അതെ. താനില്ല നമ്മളൊരു വർക്കിന് പോവുള്ളൂ. അതെ, ഇപ്പൊ നമ്മളൊരു ബേബി ഷൂട്ടിന് പോവാണ്. അത് ഗോകുല് ഇപ്പൊ വർക്കിന് പോവാ. ഗോകുലും കൊച്ചും കൂടെ ഞങ്ങള് കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മാത്രം പൈസ ഉണ്ടാക്കുന്നില്ല. എന്തോ എങ്ങനെ നമുക്ക് അപ്പുറത്തോട്ടാ വർക്കിന് പോകേണ്ടത്. ജസ്റ്റ് അങ്ങോട്ട് കണ്ട ഇതാണല്ല
കിഴങ്ങട്ട പരിപാടികളൊക്കെ അവര് കാണിക്കുന്നത്. പിന്നെ എങ്ങനെ നന്നാകുന്നത്? പറന്നൊക്കെ പോകുന്നു. അത് എന്റെ അനിയൻ കൊച്ചു. നല്ല രസമുണ്ടല്ലേ വണ്ടി ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ അനന്തു, ഫോട്ടോ എടുക്കണ്ടായോ? മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഫോട്ടോ എടുക്കണ്ടായോ? നന്ദുമാമനല്ല, മാമൻ. മോനെ അമ്മ സാധനം തരട്ടെ. ഇത്ര പ്രശ്നമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റി? അലമ്പിയാടാ വീട്ടിൽ നിന്ന് വന്നു. ഹലോ പറ. ഹലോ പറഞ്ഞാൽ ഇപ്പോൾ സാന്താക്ലോസ് വരും. മാമനല്ല അങ്കിളാണെന്ന് ഞാൻ കൊച്ചിനോട് പറഞ്ഞു. എന്നെ മാമന്ന് വിളിക്കുക തന്നെ അപ്പൂപ്പാന്ന് വിളിക്കണം. ഞാൻ പറയില്ല, ഇതുപോലൊരു മോശം ചെറുക്കൻ തന്തേക്കാൾ മോശം. ഈ ബലൂൺ എനിക്ക് തരാവോ? കേക്ക് മുറിക്കണോ? കേക്ക് തരുമോ? എനിക്ക് തരുമോ കേക്ക്? അതെന്താ? എന്താ? എന്നാ ഇപ്പൊ വീട്ടിലോട്ട് വരുവാ കേട്ടോ. അല്ല, ഞാൻ ഇപ്പൊ കൊണ്ടുപോകല്ലോ ഇയാളെ ഇപ്പൊ ഞാൻ കൊണ്ടുപോകല്ലോ. പിന്നെന്തുവാ? എവിടെ പോവാ? അങ്കുശ കാറിനകത്ത് കയറ്റിക്കോ. പിടിച്ചോട്ടെ അങ്കുശ കാറിനകത്ത് കയറ്റിക്കോ. കൊണ്ടോട്ടെ ഞങ്ങള്. ഇതെന്റെ ഇത് രണ്ടുമല്ലേ? ട്രാപ്പായി. ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഷൂട്ട് കായംകുളത്ത് പോകാനുള്ളതാണ്. അങ്കുശ്, ഷൂട്ടിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഷൂട്ടിനെ പറ്റി ഷൂട്ട് നല്ലായിരുന്നു, പക്ഷെ ചെറുക്കൻ അങ്ങോട്ട് നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല. പക്ഷെ നമുക്ക് ലാസ്റ്റ് സെറ്റ് ആയി കേട്ടോ. ലാസ്റ്റ് നല്ല കുറച്ച് നമുക്ക് ഇനി കായംകുളത്ത് പോവാം. നമുക്ക് അഖിൽ സതീഷിന്റെ വീട്ടിൽ പോയി ഇതും കൂടെ എടുത്തിട്ട് പോവാം. എൽ സി എടുക്കണം. അതല്ലേ ഉള്ളൂ. വീഡിയോ ലൈറ്റ് എല്ലാം വണ്ടിക്കകത്തുണ്ട്. എങ്ങനെ അടുത്തൊരു പാട്ട് പഠിക്കണം. ഈശ്വരൻ എനിക്ക് എല്ലാ കഴിവും തന്നു, പക്ഷെ പാട്ട് പാടാനുള്ള കഴിവ് മാത്രം തന്നില്ല. ശരി, പാട്ട് പാടാനുള്ള കഴിവ് ഒഴിച്ച് ബാക്കി ഏതൊക്കെ കഴിവാ താങ്കൾക്കുള്ളത്? എല്ലാം ഉണ്ടല്ലോ, പലതരത്തിൽ പല വിധത്തിൽ. താങ്കളുടെ ഈ ഗ്ലാസ്സിന് എത്രയായി? പറയുന്നില്ല. It's too expensive, you know that. എക്സ്പെൻസീവ് അല്ലേ? ഞാൻ ബ്രാൻഡഡ് സാധനം മാത്രം ഉപയോഗിക്കുള്ള അറിയില്ല നിങ്ങൾക്ക്. ഈ വാച്ചിന് എത്രയായി? നോ വേ മാൻ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലേ? അല്ല, താങ്കളുടെ ഔട്ട്ഫിറ്റ് ഒന്ന് റേറ്റ് ചെയ്യാവോ? ഔട്ട്ഫിറ്റ് ഷൂ 3000, പാന്റ് 2000, ഷർട്ട് ഇത് സ്റ്റുഡിയോ ഇത് അങ്ങോട്ട് 600 രൂപ. പിന്നെ ഗ്ലാസ് 5000. പിന്നെ മാലയുണ്ട് 1,00,000 രൂപ ആവട്ടെ. ഇപ്പോൾ 1,00,000 രൂപയുടെ വണ്ടിക്കാണ്. മോതിരമുണ്ട്, കാതിൽ കിടക്കുന്ന കടുക്കൻ. അത് ഫേക്ക് ആണ്. അത് ഞാൻ മേടിച്ചില്ല, അത് മേടിക്കണം. അപ്പൊ പിന്നെ ഇത് മോതിരം എത്ര? മോതിരം എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാ മമ്മി ആൻഡ് പപ്പ. അതുകൊണ്ട് അതെനിക്കറിയത്തില്ല, അത്രയ്ക്കേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 1,00,000 എത്ര വരും? എടാ, എന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളക്കാനൊക്കത്തില്ല, മനസ്സിലായോ? കോടികൾ. എന്റെ ഒരു ആള് പറയും ഞാൻ ഭയങ്കര വാല്യൂ ഉള്ളൊരു മനുഷ്യരാണ്, പക്ഷെ ആരാധിയാ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. പിന്നെ പറഞ്ഞുതരാം. അതെനിക്കറിയാം ആരാ പറയുന്നത്. ആരാ? അത് എനിക്ക് നന്നായിട്ട് അറിയാം. അതാരാ? പക്ഷെ ഇത് പബ്ലിക്കിൽ പോകുന്നതായതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു നാൾ നിങ്ങളും അറിയും അല്ലേ? അറിയും, അതെ. ഇവിടെ ഭയങ്കര പ്രശ്നമുണ്ടോ? പക്ഷെ ഇവിടെ പണിയൊക്കെ സ്പീഡ് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ റോഡ് മൊത്തം പൊളിച്ചിട്ടേക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല.
വൻ ഷോക്കാ റോഡ്. റോഡ് ശോകം കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ആ കാര്യത്തിന് ഭയങ്കര മോശമാട്ടോ. പക്ഷെ ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി സെറ്റ് ചെയ്യണം. കാരണം ഇത്രയും ഒരു ഹൈവേയുടെ പരിപാടി നടക്കുമ്പോൾ അത്രയും നാളും ബാക്കിയുള്ളവര് കഷ്ടപ്പെട്ട് പോകണം നിർബന്ധം പിടിക്കുന്നത് ശരിയല്ലല്ലോ. അതെ, ഇപ്പൊ എല്ലാരും പറയുന്നത് ഹൈവേയുടെ വഴിയായതുകൊണ്ട് നമ്മൾ അത്രയും നാള് എന്തുവാ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അന്നാ ഒരു കാര്യം ഞങ്ങൾക്ക് റോഡ് ടാക്സ് ഒന്നും അടക്കണ്ടല്ലോ, അത്ര നാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞ് റോഡ് ടാക്സ് ഒക്കെ അടയ്ക്കാം. അതെ, നമ്മള് യാത്രാ ദുരിതം ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കരം. ഇപ്പൊ തന്നെ കവലയിലെ അവസ്ഥ, ഇന്ന് വരുന്ന റോഡായിരിക്കത്തില്ല നാളെ വരുമ്പോ കാണുന്നത്. അത് ശരിയാ. ഞാൻ അവിടുന്ന് വന്ന് റൈറ്റ് എടുക്കുമ്പോ ചിലപ്പോ അവിടെ ബ്ലോക്ക് ആയിരിക്കും. മെയിൻ പ്രശ്നം എന്താ പറയാ, അവിടെ ചില സമയത്ത് കുറെ സിഗ്നൽസ് കാണത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രി വരുമ്പോഴത്തേന് നമ്മൾ പെട്ടെന്ന് ഇന്നലെ ഒരു മാറ്റിയപ്പോഴത്തേന് സിഗ്നൽ ഒന്നും വെച്ചിട്ടില്ല അവിടെ. അപ്പൊ അതിന്റെതായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതേ ഉള്ളു പ്രശ്നം. പക്ഷെ റോഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൗകര്യമായിരിക്കും. പക്ഷെ സൗകര്യത്തിന്റെ മാത്രം വെച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കാരണം നമ്മുടെ അടുത്ത കവലയിലെ മറ്റേ ഷോപ്പൊക്കെ ഇല്ലേ, കടകളൊക്കെ മറ്റേ ഓവർ ബ്രിഡ്ജ് വരുന്നതുകൊണ്ട് ആരും കയറത്തില്ല. ഹോട്ടലൊക്കെ കാരണം ആദ്യത്തെയൊക്കെ ഉണ്ടല്ലോ, ആദ്യത്തെയൊക്കെ പോവും. ഇതാണ് ഇൻഡിക്കേറ്റർ പോലും ഇടത്തില്ല. നമ്മള് പോകാൻ നേരം പാട്ടേ ഇടത്തില്ല അല്ലേ? ഇല്ല, നമ്മൾ ഇന്ന് വരെ അങ്ങനെ പാട്ടിട്ട് പോയിട്ടില്ല. ഇല്ല, പാട്ടേ ഇടത്തില്ല. കാര്യം പക്ഷെ വേറെ ഗുണമുണ്ട്. കാര്യം പറഞ്ഞു പോകുന്നോണ്ട് അറിയത്തില്ല എത്തുന്നത്. പെട്ടെന്ന് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ, കണ്ട കായലക്കുളവരായി. നമ്മൾ കാര്യം പറഞ്ഞോണ്ടൊക്കെ പോകുന്നുണ്ട്, അറിയത്തില്ല. പാട്ടാണെങ്കിൽ നമ്മളൊന്നും മിണ്ടത്തില്ല. പാട്ടിട്ടുള്ള വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് എൻജോയ് ചെയ്യാം. പക്ഷെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാന്ന് ചുമ്മാ പാട്ട് മാത്രം കേട്ടോണ്ടിരിക്കും. എനിക്കതിന് താല്പര്യമുള്ള കാര്യമില്ല. എനിക്കതിന് മിണ്ടിക്കൊണ്ടിരിക്കും. പിന്നെ എന്നെ നല്ലൊരു ചെറുക്കനോട് തനിക്ക് മിണ്ടാൻ താല്പര്യമായത് കൊണ്ട് സത്യം പറഞ്ഞ പാട്ടിട്ടുണ്ട് പോകുന്നതാണ് നല്ലത്. ഈ ഇടയ്ക്കാണ് ചുമ്മാ ചീഞ്ഞ പാട്ടൊക്കെ പാടുവരുന്നു. എന്ത് ചെയ്യാനേ, എന്റെ സ്കിൽസ് അങ്കുഷിന് അറിയില്ലേ. കുറെ വണ്ടി ഇതുവഴി പോയാൽ മതിയായിരുന്നു. പാടി മതിയായിരുന്നു. MSM കോളേജ് കാണണം. MSM കോളേജ് ആണെങ്കിൽ കാണിച്ചു തരാം. അങ്കുഷ് തിരിഞ്ഞു കാണിക്കൂ. MSM കോളേജ് നല്ല കോളേജ് കേട്ടോ. ഞാൻ അവിടെ പഠിക്കണമെന്നായിരുന്നു എന്റെ വലിയ ആഗ്രഹം. പക്ഷേ അച്ഛൻ പറഞ്ഞു ഇവിടെ പഠിക്കണ്ട. പക്ഷെ ഇവന് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇവനെ വേറെ കോളേജിൽ ചേർത്തു. താങ്കൾ എന്താണ് പഠിച്ചത് സിവിൽ എഞ്ചിനീയർ എന്ന് പറയാൻ? സിവിൽ ഞാൻ ഇന്ത്യയിലെ ഡിസൈനർ മാൻ. ഇന്ത്യയിലെ ഡിസൈനർ ആയാലും സിവിൽ എഞ്ചിനീയർ അങ്ങനെ ആവാൻ? ഞാൻ ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അത് ഞാൻ എറണാകുളത്ത് പോയി ഇന്റീരിയർ പഠിച്ചു. താങ്കൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചോ? അത് നല്ല കോളേജായിരുന്നു. പക്ഷെ കൊറോണ ഞാൻ 2 വർഷം കോളേജിൽ പോയില്ല. കൊറോണ? നീ കൊറോണ സമയത്താണോ കോളേജിൽ പഠിച്ചത്? ഞാൻ 1 വർഷേ ഇവിടെ പഠിച്ചുള്ളു. 1 വർഷേ കോളേജിൽ പോയുള്ളു. ആകെ 2 വർഷം അല്ല, 1 വർഷവും 3 മാസം കോളേജിൽ പോയി. അത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് കൊറോണ വന്നത്. കൊറോണ വന്നു കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഇരുന്ന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ എന്തുവാ, ഇതിനെ ഓൺലൈൻ ആയിരുന്നു. ഇതിനെ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമേ പോകത്തുള്ളായിരുന്നു. പക്ഷെ നല്ല കോളേജായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആദ്യത്തെ വർഷം തന്നെ ടൂറൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന്റെ ഒരു വിഷമമില്ല. ടൂർ 1 വർഷമായപ്പോഴേ കൊണ്ടുപോയി. ഫസ്റ്റ് ഇയർ തന്നെ കൊണ്ടുപോയി. ഞാൻ കായംകുളം ബസ് സ്റ്റാൻഡ് കാണിച്ചു തരാം. നിങ്ങൾ ആനവണ്ടി പോകുന്നത് നിങ്ങൾ നോക്കൂ. ആനവണ്ടിയുടെ പുറകിൽ ഒരു ഔഡി. അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ? കമന്റ് ബിലോ. ബസ് സ്റ്റാൻഡ് കണ്ടോ? ബസ് സ്റ്റാൻഡ് ഇതിപ്പോ ഈ ബസ് സ്റ്റാൻഡ് മൊത്തം പൊളിച്ചളഞ്ഞ കേട്ടോ. ഇതിപ്പോ പുതുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് ഇതുവഴിയൊക്കെ ഇപ്പൊ വഴിയൊക്കെ വരുന്നത്. ഈ വഴിയാണോ പോകേണ്ടത്? ഇത് ബസ് സ്റ്റാൻഡ് കണ്ടു. ഇതാണ് കായംകുളം ബസ് സ്റ്റാൻഡ്. കായംകുളം ബസ് സ്റ്റാൻഡ് കാണൂ നിങ്ങൾ. സൂപ്പറാണ്. ഇവിടെ കുറെ ബസ്സുകൾ വരും. കൈ കാണിച്ചാൽ വണ്ടിയിൽ കേറാം. പൈസ കൊടുത്താൽ വീട്ടിൽ കൊണ്ടുവിടും. അതങ്ങനെ വീട്ടിൽ കൊണ്ടുവിടുന്നില്ല, റോഡിൽ കൊണ്ടുവിടും. നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് നഗരങ്ങളുടെ മനോഹാരിത കാണൂ. അങ്കുഷ് കാണിച്ചു കൊടുക്കൂ. ഇത്രയും മനോഹരമായുള്ളൊരു നഗരം ഈ പഞ്ചായത്തല്ല, ഈ ജില്ലയിലുണ്ട്.
ജില്ലയിലൊക്കെ ഉണ്ട് കേട്ടോ. അതിന് വെറുതെ പറഞ്ഞു നല്ല രസമുണ്ടല്ലോ വൈകുന്നേരം ഇങ്ങനെ ഇവിടെ കൂടി വണ്ടി ഓടിച്ചു പോകാൻ ഒരു വല്ലാത്ത രസമാണ്. ഇന്നലെ ഞാനും അതിലൂടെ വന്നായിരുന്നു. എവിടെ? ഇവിടെ ഇവിടെ അല്ലേ സായില്ലല്ലോ. ആ അഖിൽ സതീഷിന്റെ വണ്ടി നോക്കാൻ കാർ നോക്കാൻ അങ്കുശ് എന്ന BMW ഇറക്കുന്നത്. ഞാൻ 1 year കഴിഞ്ഞു. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചാൽ മാത്രമേ അല്ല നമുക്ക് കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു എന്താണ് പറയുന്നത് കുന്നോളം ആഗ്രഹിച്ചാലേ മറ്റേ കുന്നിക്കുരുവോളം കിട്ടും. കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുന്നിക്കുരുവിന്റെ അത്ര ആഗ്രഹിക്കാതെ കുന്നോളം ആഗ്രഹിക്കുക. ഈ ലോകത്തുള്ള ആവശ്യമുള്ളത് മാത്രം കേട്ടല്ലോ. ആവശ്യമില്ലാത്തത് നിങ്ങൾ ആലോചിക്കരുത് ഗായ്സ്, അത് ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും. അപ്പൊ ഗൈസ് നമ്മള് അശ്വിനയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഷൂട്ട് എടുക്കാം ഗൈസ്. പണ്ട് അങ്കുശ് പോയി ഗേറ്റ് ഒക്കെ തുറക്കുന്നുണ്ട്. എവിടെ പോയാലും അങ്കുശിന് അങ്ങ് ആത്മാർത്ഥ ഗേറ്റ് ഒക്കെ തുറക്കാൻ. അങ്കുശേ ഗേറ്റ് തുറന്നിട്ട് ഒരു ഹായ് കാണിച്ചേ, ഒരു ഹായ് കാണിച്ചേ. നമുക്ക് ഗൈസ് നമുക്ക് വണ്ടി കയറ്റിയിടാം അതിനകത്ത്. ഹായ്, ഞങ്ങളുടെ ക്രിസ്മസ് ഷൂട്ട് ഗേൾ മോഡലാണ്. ഹായ് പറ, ഹായ് ഹായ് പറ, ഹായ് പറ, ഹായ് 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 പറ, ഹായ് പറ. ഹലോ. നമ്മള് ഷൂട്ടിൽ നിന്നവനെ പുള്ളി കണ്ടു കഴിഞ്ഞാൽ വില്ലനെ തോന്നും. പക്ഷെ ഹിൽ ഡ്രൈവറാണോ അതല്ലേ? അങ്കുശ് സുഖമാണോ? സുഖം. എനിക്ക് തോന്നുന്നു നാടനും പേഷ്യൻ കാറ്റിനും ഉണ്ടായതാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഷൂട്ടൊക്കെ എടുത്തിട്ട് വരാം. അപ്പം നിങ്ങൾ പിന്നെ കാണിച്ചു തരാം. ഷൂട്ട് എടുക്കുന്ന കാര്യം കാണിച്ചു തരാം. ഓക്കെ. അല്ല എവിടെ പോയി ഷൂട്ട്? ഇവിടുന്നകത്ത് ഇവിടെ വണ്ടി കിട്ടാൻ വരുന്നത് അതല്ല, അത് സമ്മാനത്തോടെ കടന്നുള്ളതായിരിക്കും. അങ്കുശിന്റെ തലയിൽ മൊത്തം സൂര്യക്രിയാണ്. ഷൂട്ടെല്ലാം കഴിഞ്ഞ് നല്ല ഷൂട്ടായിരുന്നു. കുറെ നല്ല ഫോട്ടോസ് കിട്ടി. കുഞ്ഞടിപൊളിയായിരുന്നു. നല്ല ഫോട്ടോസ് കുറെ കിട്ടി. അങ്കുശ് എങ്ങനെയുണ്ടായിരുന്നു? അങ്കുശ് ഷൂട്ട് കൊള്ളായിരുന്നു. നല്ല നല്ല ഷൂട്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ പറഞ്ഞു അങ്കുശ്? നാളെ ക്രിസ്മസ് ആണ്. അതെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പക്ഷെ ഈ വ്ലോഗ് ഇടുമ്പോഴത്തേക്കിന് ചിലപ്പം ക്രിസ്മസിന്റെ അന്നായിരിക്കും ഇടുന്നത്. അതെ അതെ, അതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് നാളെ ഈ വ്ലോഗ് ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്രിസ്മസിന്റെ അന്നായിരിക്കും വ്ലോഗ് ഇടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും ഇടുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഹാപ്പി ക്രിസ്മസ്. ഞാൻ പറഞ്ഞു ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് പ്ലാനറ്റില്. ഇവിടുത്തെ നല്ല ചായയാണല്ലോ. ആണോ എനിക്കറിയത്തില്ല അല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ആദ്യമായിട്ടാ ഇവിടുത്തെ നമുക്ക് ചായ പറഞ്ഞിട്ടെ. ചായ പറഞ്ഞു. 2 ചായ പറഞ്ഞു. ചായ നമുക്ക് ചായ കുടിച്ചിട്ട് കടിവല്ലോ വേണോ? ഞാൻ കടിയാ കടിവല്ലോ വേണോ? കടിയൊക്കെ വേണോ കേട്ടോ? വേണമല്ലോ. ഇവിടെ പഴംപൊരി പിടിക്കും. 2 പഴംപൊരി പിടിക്കും. ബനാന ഫ്രൈ ഏത്തക്കാപ്പത്തിന്റെ ശരിക്കും ഇംഗ്ലീഷിൽ പറയുന്ന വേണമെന്ന് അറിയാമോ? എന്താ? ബനാന ഫ്രൈ. കോപ്പ. പിന്നെന്താ? ഫ്രിറ്റേഴ്സ്. അപ്പം ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തൊരു വ്ലോഗുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ 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 ബൈ.